ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ കൺവേർജൻസ് ടു IFRS എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഫിനാൻഷ്യൽ എലമെന്റ്സ് അതേപോലെ റെക്കഗ്നീഷൻ ഓഫ് ഫിനാൻഷ്യൽ എലമെന്റ്സ് എന്നീ ടോപ്പിക്സുകളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ എലമെന്റ്സ് ഓഫ് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്നതിൽ ഫിനാൻഷ്യൽ എലമെന്റ്സ് എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ആ ഒരു പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഫിനാൻഷ്യൽ എലമെന്റ്സ് മീൻസ് എന്താണ്? ഫിനാൻഷ്യൽ എലമെന്റ്സ് ഈസ് ദി ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ഫിനാൻഷ്യൽ എലമെന്റ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. മെയിനായിട്ട് ഈ ഒരു ഫിനാൻഷ്യൽ എലമെന്റ്സിൽ കുറച്ച് എലമെന്റ്സുകൾ, സം എലമെന്റ്സ് ആർ ഡയറക്ട്ലി റിലേറ്റഡ് ടു മെഷർമെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അളക്കാൻ വേണ്ടിയിട്ട്, മെഷർമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് വരുന്ന എലമെൻസുകളാണ് കുറച്ച് എലമെൻസുകൾ വരുന്നത്. ദെൻ സം എലമെൻറ്റ്സ് ആർ ഡയറക്ട്ലി റിലേറ്റഡ് ടു മെഷർമെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചില എലമെൻസുകൾ. എന്നാൽ ചില എലമെൻസുകൾ വരുന്നത് എന്താണ്? ഫിനാൻഷ്യൽ പൊസിഷൻ മെഷർമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ മെയിനായിട്ട് FASB എന്ന് പറയുന്ന ബോർഡും, അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡും, അതേപോലെ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡും IASBയും ഫിനാൻഷ്യൽ എലമെന്റ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ട്, അതായത് ബേസ്ഡ് ഓൺ FASB ഫിനാൻഷ്യൽ എലമെന്റ്സ് ഇൻക്ലൂഡ് 10 എലമെന്റ്സ്. ബേസ്ഡ് ഓൺ FASB അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് പറയുന്നത് 10 എലമെന്റ് ഉണ്ട് എന്നുള്ളതാണ്. അതിൽ 5 എലമെന്റുകൾ ബാലൻസ് ഷീറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്, അതായത് ഫിനാൻഷ്യൽ പൊസിഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, 5 എലമെന്റുകൾ ഇൻകം സ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്, അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആ ഒരു പാർട്ടിൽ വരുന്നതാണ് 5 എലമെന്റ്സുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് FASB സ്റ്റേറ്റ് ചെയ്യുന്ന എന്ത് ഫിനാൻഷ്യൽ എലമെന്റ്സുകൾ, 10 എലമെന്റ്സുകൾ വരുന്നത്. ഇനി ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ എലമെന്റ്സ് എന്ന് പറയുന്നത് 5 എലമെന്റ്സുകൾ മാത്രമാണ്. പക്ഷെങ്കിൽ ഈ ഒരു 5 എലമെന്റ്സുകൾ എന്താണ്? ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ 10 എലമെന്റ് എന്ന് പറയുന്നത് ഒന്നുകൂടെ ഇതിലേക്കാളും എലാബറേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ഒരു റേഷണൽ ക്ലാസിഫിക്കേഷൻ. ഇവിടെ മെയിനായിട്ട് 5 ഫിനാൻഷ്യൽ എലമെന്റ്സുകളാണ് വരുന്നത്. അതിൽ 3 എലമെന്റുകൾ എന്താണ്? ബാലൻസ് ഷീറ്റുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. 2 എലമെന്റുകൾ എന്താണ്? ഇൻകം സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. അതായത് 3 എലമെന്റുകൾ ബാലൻസ് ഷീറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന സംഭവങ്ങളാണ്. അതായത് 3 എലമെന്റ്സുകൾ ഏതൊക്കെയാണ് ബാലൻസ് ഷീറ്റുമായിട്ട് ബന്ധപ്പെടുന്നത്? അസറ്റ്സ്, ലാബിലിറ്റീസ്, ഇക്വിറ്റി. ഓക്കെ, ക്യാപിറ്റലിന് പകരം നമ്മൾ ഇക്വിറ്റി എന്നാണ് ഉപയോഗിക്കുന്നത്. അസറ്റ്സ്, ലാബിലിറ്റീസ്, ഇക്വിറ്റി, ഇതാണ് ഏത് ബാലൻസ് ഷീറ്റുമായിട്ട് ബന്ധപ്പെടുന്ന 3 എലമെന്റുകൾ. ഇനി ഇൻകം സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെടുന്ന 2 എലമെന്റുകൾ ഏതൊക്കെയാണ്? ഇൻകവും എക്സ്പെൻസുമാണ്. ഇൻകവും എക്സ്പെൻസും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിനാൻഷ്യൽ എലമെന്റ്സിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് അറിയേണ്ടത്. അതായത് ഫിനാൻഷ്യൽ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. ഇറ്റ് ഇൻക്ലൂഡ്സ് സം എലമെന്റ്സ് റിലേറ്റിംഗ് ടു ഫിനാൻഷ്യൽ പൊസിഷൻ, സം എലമെന്റ്സ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ പെർഫോമൻസ്. ഓക്കെ, ഇവിടെ FASB 10 എലമെന്റുകളെയാണ് പറഞ്ഞത്. എന്നാൽ IASB പറഞ്ഞിട്ടുള്ളത് 5 ഫിനാൻഷ്യൽ എലമെന്റുകളാണ്. അതിൽ 3 ബാലൻസ് ഷീറ്റ് ആണ്, 2 എന്താണ്? ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. 3 വരുന്നത് ഏതൊക്കെയാണ്? അസറ്റ്, ലാബിലിറ്റീസ്, ഇക്വിറ്റി. 2 വരുന്നത് ഇൻകവും എക്സ്പെൻസും. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് ഡെഫിനിഷൻസ് ഓഫ് ഫിനാൻഷ്യൽ എലമെന്റ്സ്. അതായത് ഫിനാൻഷ്യൽ എലമെന്റ്സിൽ വരുന്ന ഓരോന്നിൻ്റെയും ഡെഫിനിഷൻസുകൾ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ്ങുകൾ എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു മെയിനായിട്ട് 5 എലമെന്റുകൾ വരുന്നുണ്ട്. 3 ബാലൻസ് ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ടതും 2 ഇൻകം സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ട 3 എലമെന്റ്സുകൾ ഏതൊക്കെയായിരുന്നു? അസറ്റ്, ലാബിലിറ്റീസ്, ഇക്വിറ്റി. ഈ 3 എലമെന്റുകളാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഒന്നാമത്തത് എന്താണ്? അസറ്റാണ് വരുന്നത്. അതായത് അസറ്റ് മീൻസ് എന്താണ്? അസറ്റ്സ് ആർ റിസോഴ്സസ് കൺട്രോൾഡ് ബൈ ആൻ എൻറ്റിറ്റി. അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ എന്താണ്? റിസോഴ്സ് ആണ്. ഒരു സ്ഥാപനം നിയന്ത്രിക്കുന്ന റിസോഴ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസറ്റ്സ് എന്ന് പറയുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവന്റ്. ഓക്കെ, ഒരു പാസ്റ്റ് ഇവന്റിന്റെ ഭാഗമായിട്ടുണ്ടായത്. ആൻഡ് ഫ്രം വിച്ച് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഫ്ലോ ടു ദി എൻറ്റിറ്റി. ഓക്കെ, ആ ഒരു അസറ്റിൽ നിന്നാണ് ഫ്യൂച്ചറിലെ ബെനിഫിറ്റ്സിനെ സ്ഥാപനത്തിന് എന്താക്കാൻ സാധിക്കുന്നത്? റൈസ് ചെയ്യുവാൻ സാധിക്കുന്നത്. അതിനെയാണ് നമ്മൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അസറ്റ്സ് ആർ റിസോഴ്സസ് കൺട്രോൾഡ് ബൈ ആൻ എൻറ്റിറ്റി ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവന്റ് ആൻഡ് ഫ്രം വിച്ച് ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഫ്ലോ ടു ദി എൻറ്റിറ്റി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ലാബിലിറ്റി ആണ്. ലാബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പ്രസന്റ് ഒബ്ലിഗേഷൻ ഓഫ് എൻ എൻറ്റിറ്റി. ഓക്കെ, ഇവിടെ റിസോഴ്സസ് ആണ്, ഇവിടെ എന്താണ് ഒബ്ലിഗേഷൻ ഓഫ് എൻ എൻറ്റിറ്റി അറൈസിങ് ഫ്രം പാസ്റ്റ് ഇവന്റ്. ഓക്കെ, മുമ്പുള്ള ഏതെങ്കിലും ഒരു ഇവന്റിലൂടെ ഉണ്ടായ എന്താണ് ലാബിലിറ്റീസ് ആണ് അല്ലെങ്കിൽ ഒബ്ലിഗേഷൻസ് ആണ്. The settlement of which is expected to result in an outflow from the entity of resources embedding economic benefit. Okay, present obligation of an entity arising from past events, the settlement of which is expected to result in an outflow from the entity of resources embedding economic benefit. Okay, ഏതെങ്കിലും ഒരു ബെനിഫിറ്റ്സുകൾ ഉണ്ടാകുന്ന സമയത്ത്, എന്തെങ്കിലും ഔട്ട്ഫ്ലോസ് ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഇതിൻ്റെ സെറ്റിൽമെൻറ്റ്സുകൾ നടത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രസൻറ്റ് ഒബ്ലിഗേഷനെയാണ് നമ്മൾ ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇക്വിറ്റി ആണ്. ഇക്വിറ്റി മീൻസ് ദി റെസിജ്വൽ ഇൻട്രസ്റ്റ് ഇൻ ദി അസറ്റ്സ് ഓഫ് എൻ എൻറ്റിറ്റി ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഓൾ ഓഫ് ഇറ്റ്സ് ലാബിലിറ്റീസ്. ഓക്കെ, അതായത് ഒരു സ്ഥാപനത്തിൻ്റെ എല്ലാ ലാബിലിറ്റീസുകളും കുറച്ചതിന് ശേഷം സ്ഥാപനത്തിൻ്റെ മുകളിൽ നിലനിൽക്കുന്ന എന്താണ് ബാക്കി നിൽക്കുന്ന ഇൻട്രസ്റ്റിനെയാണ്, അതായത് ഓഹരികളെയാണ് എന്ത് പറയുന്നത് ഇവിടെ ഇക്വിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ അതിനെ എന്തും പറയാം, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നും ഇതിനെ അറിയപ്പെടാം. ഓക്കെ, ദീസ് ആർ ദി 3 എലമെന്റ്സ് ഇൻ ബാലൻസ് ഷീറ്റ്. ഫിനാൻഷ്യൽ എലമെന്റ്സിൽ വരുന്ന 3 എലമെന്റ്സുകൾ ബാലൻസ് ഷീറ്റുമായിട്ട് ബന്ധപ്പെടുന്നത് അസറ്റ്, ലാബിലിറ്റീസ്, ഇക്വിറ്റി. ഓക്കെ, തന്നെ നെക്സ്റ്റ് ഫിനാൻഷ്യൽ എലമെന്റ്സിൽ വരുന്ന ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ എലമെന്റ്സുകളാണ് ഏതൊക്കെ? ഇൻകവും അതേപോലെ തന്നെ എക്സ്പെൻസും. ഓക്കെ, 2 എലമെന്റുകളാണ് പറഞ്ഞത്. അതിൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ഇൻകം മീൻസ് ഇൻക്രീസ് ഇൻ എക്കണോമിക് ബെനിഫിറ്റ് ഡ്യൂറിങ് ദി അക്കൗണ്ടിങ് പീരീഡ്. സ്ഥാപനത്തിന്റെ എക്കണോമിക് ബെനിഫിറ്റ്സിൽ ഉണ്ടാകുന്ന ഇൻക്രീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻകം എന്ന് പറയുന്നത്. ഇൻ ദി ഫോം ഓഫ് ഇൻഫ്ലോ ആയിട്ടോ, അതല്ലെങ്കിൽ എൻഹാൻസ്മെന്റ് ഓഫ് അസറ്റ് ആയിട്ടോ, അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ലാബിലിറ്റിയിൽ ഉണ്ടാകുന്ന ഡിക്രീസോ ആയിട്ട് എന്ത് ചെയ്യുന്നു? എക്കണോമിക് ബെനിഫിറ്റ്സിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് ഇൻക്രീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻകം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇൻകം 2 രീതിയിൽ വരാം. റവന്യൂ ആയിട്ട് വരാം, അല്ലെങ്കിൽ ഗെയിൻസ് ആയിട്ട് വരാം. അതായത് റവന്യൂ എന്ന് പറയുന്നത് അറൈസിങ് നോർമൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റി, സാധാരണയുള്ള നോർമൽ ആക്ടിവിറ്റിയിലൂടെ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റവന്യൂ എന്ന് പറയുന്നത്. ദെൻ ഗെയിൻസ് എന്ന് പറയുന്നത് അറൈസിങ് ഓൺ ദി ഡിസ്പോസൽ ഓഫ് നോൺ കറണ്ട് അസറ്റ്. ഒരു നോൺ കറണ്ട് അസറ്റ് ഡിസ്പോസ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സിനെയാണ് നമ്മൾ ഗെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് എക്സ്പെൻസ് ആണ്. അതായത് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിക്രീസ് ഇൻ എക്കണോമിക് ബെനിഫിറ്റ്സ് ഡ്യൂറിങ് ദി അക്കൗണ്ടിങ് പീരീഡ്. ഓക്കെ, അതായത് എക്കണോമിക് ബെനിഫിറ്റ്സിൽ ഉണ്ടാകുന്ന ഡിക്രീസിനെയാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഡിക്രീസിനെയാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇൻ ദി ഫോം ഓഫ് ഔട്ട്ഫ്ലോ ആയിട്ടോ, അല്ലെങ്കിൽ ഡിപ്ലീഷൻ ഓഫ് അസറ്റ് ഡിപ്ലീഷൻ ആയിട്ടോ, ഇവിടെ എൻഹാൻസ്മെന്റ് ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഡിപ്ലീഷൻ ആയിട്ടോ, അല്ലെങ്കിൽ ഇൻകറൻസ് ഓഫ് ലാബിലിറ്റീസ്, അല്ലെങ്കിൽ ലാബിലിറ്റീസ് ഇൻകർ ചെയ്തിട്ടോ എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്ന ഡിക്രീസ് ഇൻ എക്കണോമിക് ബെനിഫിറ്റ്സിനെ നമുക്ക് എക്സ്പെൻസ് എന്ന് പറയാം. ഇങ്ങനെ 5 എലമെന്റ്സുകളാണ് ഫിനാൻഷ്യൽ എലമെന്റ്സിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെക്കഗ്നിഷൻ ഓഫ് ഫിനാൻഷ്യൽ എലമെന്റ്സുകളാണ്. അതായത് ഫിനാൻഷ്യൽ എലമെന്റ്സിനെ എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. അതായത് ഇവിടെ റെക്കഗ്നീഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഇൻകോർപ്പറേറ്റിംഗ് ഇൻ ദി സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓർ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം. അതായത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന ഡാറ്റയാണോ, അതേപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന ഡാറ്റയാണോ എന്നുള്ളത് ആ ഒരു ഫിനാൻഷ്യൽ പൊസിഷനുമായിട്ട് ബന്ധപ്പെടുന്നതാണോ, അല്ലെങ്കിൽ കോംപ്രഹെൻസീവ് ഇൻകംമായിട്ട് ബന്ധപ്പെടുന്നതാണോ എന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇവിടെ റെക്കഗ്നിഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് സാധാരണ നമ്മൾ എലമെന്റ്സുകൾ പറഞ്ഞത് അസറ്റ് ആവാം, ലാബിലിറ്റി ആവാം, ഇക്വിറ്റി ആവാം, എക്സ്പെൻസ് ആകാം, അല്ലെങ്കിൽ ഇൻകം ആവാം. ഓക്കെ, ഇതിൽ ഓരോ ഐറ്റത്തിനെയും എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേത് ക്രൈറ്റീരിയ ഓർ പ്രിൻസിപ്പിൾസ് ഓഫ് റെക്കഗ്നിഷൻ ഓഫ് അസറ്റ് റെക്കഗ്നൈസേഷൻ ചെയ്യാനുള്ള ക്രൈറ്റീരിയ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് മീറ്റ് ദി ഡെഫിനിഷൻ ഓഫ് IASBയുടെ ഡെഫിനിഷന് അതെന്ത് ചെയ്യണം? മീറ്റ് ചെയ്യണം. അതായത് റിസോഴ്സസ് കൺട്രോൾഡ് ബൈ ദി എൻറ്റിറ്റി ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവന്റ് ആൻഡ് ഫ്രം വിച്ച് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഫ്ലോ ടു ദി എൻറ്റിറ്റി. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ആ ഒരു ഡെഫിനിഷനെ എന്ത് ചെയ്യണം? മീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ക്രൈറ്റീരിയ വരുന്നത്. ഇനി അതുകൂടാതെ മറ്റുള്ള ക്രൈറ്റീരിയ അതുകൂടാതെ മറ്റ് 2 ക്രൈറ്റീരിയ കൂടെയുണ്ട്. അതിൽ വരുന്നത്
ദി ഇൻഫ്ലോ ഓഫ് എക്കണോമിക് ബെനിഫിറ്റ്സ് ടു എൻറ്റിറ്റി ഈസ് പ്രോബബിൾ. അത് പ്രോബബിൾ ആയിട്ടുള്ള ഒരു എന്തായിരിക്കണം, ഇൻഫ്ലോ ആയിരിക്കണം. ദെൻ അതേപോലെ തന്നെ കോസ്റ്റ് ഓർ വാല്യൂ ക്യാൻ ബി മെഷേർഡ് റിലയബിളി. അതിൻ്റെ കോസ്റ്റിനെ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂവിനെ റിലയബിൾ ആയിട്ട് മെഷർ ചെയ്യുവാൻ സാധിക്കണം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ എന്ത് വരുന്നത്, റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ വരുന്നത് അസറ്റിൻ്റെ കേസിൽ. നെക്സ്റ്റ്, റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ ഓഫ് ലാബിലിറ്റീസ്. ലാബിലിറ്റീസിൻ്റെ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് വരുന്നത് നമ്മൾ അസറ്റ്സിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ IASBയുടെ ഡെഫിനിഷൻ എന്ത് ചെയ്യണം, മീറ്റ് ചെയ്യണം. അതായത് IASB ലാബിലിറ്റിയെ കുറിച്ച് ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്, എ ലാബിലിറ്റി ഈസ് എ പ്രസന്റ് ഒബ്ലിഗേഷൻ ഓഫ് ദി എന്റർപ്രൈസസ് arising from past events, the settlement of which is expected to be result in an outflow from the enterprise of resources embedding economic benefits. ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഡെഫിനിഷനാണ്. അത് മീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ മെയിനായിട്ട് വരുന്നത്. ഇനി അതല്ലാത്ത ക്രൈറ്റീരിയ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വരുന്ന ഔട്ട്ഫ്ലോ എന്തായിരിക്കണം, പ്രോബബിൾ ആയിരിക്കണം. നേരത്തെ ഇൻഫ്ലോയുടെ കേസിലാണ് പറഞ്ഞത്. അതേപോലെ അതിൻ്റെ കോസ്റ്റും വാല്യൂവും എന്തായിരിക്കും, റിലയബിൾ ആയിട്ട് മെഷർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം. ഓക്കെ, കോസ്റ്റ് ആൻഡ് വാല്യൂ, കോസ്റ്റ് ഓർ വാല്യൂ ഓഫ് ദി ഒബ്ലിഗേഷൻ ക്യാൻ ബി മെഷേർഡ് റിലയബിളി. ഇതാണ് മറ്റ് ക്രൈറ്റീരിയ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൽ വരുന്നത് റവന്യൂ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയയും അതേപോലെ തന്നെ എക്സ്പെൻസസ് റെക്കഗ്നീഷൻ ക്രൈറ്റീരിയയുമാണ്. അതിൽ റവന്യൂ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്, ഒന്നാമത്തെ വരുന്നത് എക്കണോമിക് ബെനിഫിറ്റ്സ് എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. ആൻഡ് ദർ ബൈ ഇക്വിറ്റി ഇൻക്രീസസ്. അതിലൂടെ ഇക്വിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇക്വിറ്റി എന്ന് പറയുന്നത് എക്കണോമിക് ബെനിഫിറ്റ്സ് ആണ് അതിൽ ഇൻക്ലൂഡ് ആകുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് രണ്ടാമത്തത് അസറ്റ് ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ ലാബിലിറ്റി എന്ത് ചെയ്യണം, ഡിക്രീസ് ചെയ്യണം. റിസൾട്ടിങ് ഇൻക്രീസ് ഇൻ ഇക്വിറ്റി, അത് ഇക്വിറ്റിയിലുള്ള വർധനവ് ഉണ്ടാക്കും. ഓക്കെ, ഇതിൽ റവന്യൂയിൽ എന്തു ഇൻക്ലൂഡഡ് അല്ല, കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ഇക്വിറ്റി പാർട്ടിസിപ്പൻസ്. ഇക്വിറ്റി പാർട്ടിസിപ്പൻസ് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ഇൻക്ലൂഡഡ് അല്ല. ഇനി രണ്ടാമത്തെ പാർട്ട് വരുന്നത് എന്താണ്, എക്സ്പെൻസസ് റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ ആണ്. ദാറ്റ് ഈസ് എക്കണോമിക് ബെനിഫിറ്റ്സ് ഡിക്രീസസ് ആസ് എ റിസൾട്ട് ഓഫ് ഡിക്രീസ് ഇൻ ആൻ അസറ്റ്. ഒരു അസറ്റിൽ ഉണ്ടാകുന്ന ഡിക്രീസിലൂടെ എക്കണോമിക് ബെനിഫിറ്റ്സ് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ഇനി അതല്ലെങ്കിൽ എക്കണോമിക് ബെനിഫിറ്റ്സ് ഡിക്രീസ് ചെയ്യുന്നത് ആസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസ് ഓഫ് എ ലാബിലിറ്റി. ഒരു ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു, എക്കണോമിക് ബെനിഫിറ്റ്സിൽ ഡിക്രീസ് ഉണ്ടാകുന്നു. ഇതാണ് ഇതിൻ്റെ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ കൂടാതെ വേറെയും റെക്കഗ്നീഷൻ ക്രൈറ്റീരിയകളുണ്ട്. അതിൽ വരുന്നതാണ് റവന്യൂ റെക്കഗ്നീഷൻ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതായത് സാധാരണ നമ്മൾ സെയിൽസ് നടത്തുന്ന സമയത്തും അവിടെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്തതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സാധാരണ നമ്മളൊരു സെയിൽസ് നടത്തുന്ന സമയത്ത് അവിടെ എന്താണ്, ഒരു റവന്യൂ ഏൺ ചെയ്തതായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതായത് ഇറ്റ് മേ ബി ക്യാഷ് ഓർ ക്രെഡിറ്റ്, ക്യാഷിനാവാം അല്ലെങ്കിൽ ക്രെഡിറ്റിനാവാം. അത്തരം കേസിലും അവിടെ ഒരു റെക്കഗ്നേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഫിനാൻഷ്യൽ എലമെന്റ്സുകളും അതിൻ്റെ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയയെ കുറിച്ചായിരുന്നു. നമുക്ക് വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്